അങ്ങനെ ഞാനും ഷെഫ് പിള്ളയുടെ കൊച്ചുള്ളി ചെമ്മീൻ പെരട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ടോ. ഒരു രക്ഷയില്ല, അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ എൻ്റെ ചെമ്മീൻ വലിയ സൈസുള്ള ചെമ്മീനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫ്രൈ ചെയ്തിട്ടാണ് ഇത് ചെയ്തെടുത്തത്. കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ചേർത്ത് പുരട്ടി വെച്ച ചെമ്മീൻ ഞാൻ ആദ്യം ഫ്രൈ ചെയ്തെടുത്തിരിക്കുകയാണ്. എന്നിട്ട് നമുക്ക് ബാക്കി പരിപാടി ചെയ്യാം. പാനിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിത്തുടങ്ങുമ്പോൾ നമുക്ക് ഒരു നുള്ള് ഉലുവ ചേർത്ത് കൊടുക്കാം. അങ്ങനെ കുറേ ദിവസമായിട്ട് ഷെഫ് പിള്ളയുടെ ആ ചെമ്മീൻ പുരട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നല്ല അടിപൊളി നാടൻ ചെമ്മീൻ കിട്ടിയത്. അപ്പോൾ ഉലുവ ഒന്ന് മൂത്ത് തുടങ്ങുമ്പോൾ നമ്മളുടെ വെളുത്തുള്ളി അരിഞ്ഞതിട്ടു. വെളുത്തുള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് പച്ചമണം മാറുമ്പോൾ നമ്മളുടെ ഇഞ്ചിയും പച്ചമുളകും അതിലേക്ക് നീളത്തിൽ അരിഞ്ഞ് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ വേണ്ടത് നമ്മളുടെ കൊച്ചുള്ളിയാണ്. കൊച്ചുള്ളി എത്ര എടുക്കുന്നോ അത്രയും സ്വാദാണ് എന്നാണ് ഷെഫ് പിള്ള പറയുന്നത്. അപ്പോൾ ഞാൻ കൊച്ചുള്ളി കുനുകുനാന്നരിഞ്ഞത് അതിലേക്കിട്ടു. ജസ്റ്റ് ഒന്ന് കൊച്ചുള്ളി വാടി തുടങ്ങുമ്പോൾ നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഐറ്റമാണ്. അപ്പോൾ നമ്മളുടെ കൊച്ചുള്ളിയൊക്കെ വാടിക്കഴിഞ്ഞു. ഇതിലേക്ക് നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. കുറച്ച് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക്, ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഒരു തക്കാളിയാണ് ഞാൻ അരിഞ്ഞ് ആഡ് ചെയ്യുന്നത്. അതൊക്കെ മാറ്റി വെച്ച് നമുക്ക് തക്കാളി സൈഡിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് തക്കാളി ഒരു ജസ്റ്റ് ഒന്ന് ഉടഞ്ഞു വരട്ടെ. വേണമെങ്കിൽ മൂടി വെച്ചിട്ട് നിങ്ങൾക്ക് ഉടച്ചെടുക്കാം. അപ്പോൾ നമ്മളുടെ തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മളുടെ ഫ്രൈ ചെയ്ത ചെമ്മീൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ ചെമ്മീനാണെങ്കിൽ ഈ സമയത്ത് ഫ്രൈ ചെയ്യാതെ തന്നെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് തേങ്ങാപ്പാൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അടിപൊളി ഐറ്റമാണ് കേട്ടോ. തേങ്ങാപ്പാലിൻ്റെ ആ ടേസ്റ്റാണ് ഷെഫ് പിള്ളയുടെ മാസ്റ്റർ പീസ് എന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളുടെ കൊച്ചുള്ളി ചെമ്മീൻ പെരട്ട് തിളച്ചു കൊണ്ടിരിക്കുകയാണ്. തേങ്ങാപ്പാലിങ്ങനെ കുറുകി വരണം. അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയൂ കേട്ടോ. ഓക്കെ, ബൈ.